ഇന്ന് നമുക്കൊരു വീട്ടിലെ കുറച്ച് സാധനങ്ങളും കണ്ടാലോ. ഈ വീടിന് പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് ഇപ്പോഴൊന്നും ഉണ്ടായ വീടല്ല. ഇത് അത്യാവശ്യം ഒരു മിനി ബംഗ്ലാവ് തന്നെയാണ്. മിനി എന്ന് പറയാൻ പറ്റില്ല, ഒരു ബംഗ്ലാവ് തന്നെയാണ്. പണ്ടത്തെ ഒരു ബാരിസ്റ്റർ ഫാമിലി താമസിച്ചിരുന്ന വളരെ പണ്ടിട്ട് നല്ല പഴക്കമുള്ള ഒരു വീടാണ്. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറ്റുന്നത്ര അതേപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഇവിടെയും നമുക്ക് എൻട്രി പാസ് എടുത്തിട്ടാണ് നമ്മൾ ബിഗ് ഫുട്ട് മ്യൂസിയം പോയി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണുള്ളത്. ഈ വീട് കുറേ സിനിമകളിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി വരുമ്പോൾ തന്നെ സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഇംഗ്ലീഷിലാണോ ഹിന്ദിയിലാണോ എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നതിനനുസരിച്ച് അവിടുത്തെ കാര്യങ്ങൾ റൂമുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തും. പിന്നെ നമുക്കിങ്ങനെ പ്രോംപ്റ്റ് ഉണ്ടാവും, അതായത് ഇങ്ങനെ പറഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു റൂമിലേക്ക് കയറുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തെല്ലാമാണ് അങ്ങനെ ഒരു വോയിസ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതും നല്ല സൗകര്യമാണ് നമുക്ക് കാണാനും. നമുക്ക് കണ്ട അത്ര തിരിച്ചറിയാൻ പറ്റാത്ത സാധനങ്ങൾ അപൂർവമാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും പഴയ മോഡലുകൾ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര രസമായിരുന്നു കാണാൻ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അടുക്കള കയറിയപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് മറ്റേ നാഗവല്ലിയുടെ പോലെയായിരുന്നു. ഓട്ടുപാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, കെറ്റിലുകൾ, പിന്നെന്താ നമ്മുടെ സേവനാഴി, അരിയിടുന്ന സാധനങ്ങൾ, പിന്നെ അവിടെ ഓവൻ, പഴയ രീതിയിലുള്ള ഒരു ഓവൻ സെറ്റപ്പ്, സെറാമിക് ജാറുകൾ, ഇഷ്ടം പോലെ സാധനങ്ങളായിരുന്നു. ഈ പാത്രം ഭയങ്കര ഇഷ്ടമാണ്. അതും നമുക്ക് അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലാത്ത പാത്രങ്ങളാണ്. അതായത് കഴുകാനും എടുത്തു വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചെമ്പ് പാത്രങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തു വെക്കണമല്ലോ, പെട്ടെന്ന് ക്ലാവ് പിടിക്കുമല്ലോ. പക്ഷേ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ, നമ്മൾ കാണാത്ത രീതിയിലുള്ള മോഡലുകൾ, അങ്ങനെ അതിപ്പോഴും കേടുവരാതിരിക്കുക. എന്തോരം ഭരണികളായിരുന്നു. ഭരണികൾ എന്ന് പറഞ്ഞാൽ പല സൈസിലുള്ള ഭരണികൾ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മൺപാത്രങ്ങളിൽ തന്നെ പല സൈസിലുള്ളത്, അങ്ങനെയൊക്കെ അവിടെ വെച്ചത് കൂടാണ്ട് അവിടെ മുകളിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇത്രയധികം പാത്രങ്ങൾ, അത്രയും ആൾക്കാരും തലമുറകളും താമസിച്ചിട്ടുള്ള വീടാണ് കേട്ടോ. അപ്പോൾ കുറേ കാലത്തെയാണ്, പക്ഷേ എന്നാലും അത് കാണാൻ ഭയങ്കര രസം. നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാ ഗണപതിയും ഡിഫറെൻ്റ് ആണെന്ന് തോന്നും. നമുക്ക് റിപ്പീറ്റഡ് അല്ലാത്ത പോലെ തോന്നും. അത്രയധികം ഗണപതി, അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗണപതികൾ കുറേ. ഒരു റൂമിൽ 2-3-4 റാക്കുണ്ട്, ഫുള്ള് ഗണപതിയാണ്. 10,000 ഗണപതികളാണെന്നാണ് അവർ പറയുന്നത്. അത്രയധികം ഗണപതിയായിരുന്നു. അതിൽ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അവരിപ്പോഴും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഗണപതിയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. പിന്നെ ഇത് പുറത്തൊരു ഹാളൊക്കെ ഉണ്ട്. ആ ഹാളോട് കൂടിയിട്ടാണ് ഈ നമ്മുടെ ബംഗ്ലാവിൻ്റെ ഒരു ടൂറ് അവസാനിക്കുന്നത്. ഇവിടെ കുറേ ഹിന്ദി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത്, ഞാൻ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് അവരൊരു വോയിസ് നമുക്ക് പ്ലേ ചെയ്ത് തരുന്നുണ്ടെന്ന്. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര നമുക്ക് ചിലപ്പോൾ ഒരു റൂമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും അവിടുത്തെ ലൈറ്റൊക്കെ ഓഫായി പോകും. അങ്ങനെ വേറൊക്കെ നല്ലതായിരുന്നു കാണാൻ.